ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടിയിൽ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആമസോണിൻ്റെയും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യാം. മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് ഹെയർ ഓയിൽസ് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും വരുന്നൊരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് കോക്കനട്ട് ഓയിൽ അല്ലേ. അപ്പോൾ തേങ്ങ ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഈ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ. ഇത് നമുക്ക് മുടിയിൽ തേച്ച് കുളിക്കാനും കുളി കഴിഞ്ഞതിന് ശേഷം ഒരല്പം എടുത്തിട്ട് മുടിയെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോക്കനട്ട് ഓയിലാണ്. ഇത് വൈറ്റമിൻ ഇ എൻറിച്ച് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാനും ഫ്രിസി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെയൊക്കെ മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കോക്കനട്ട് ഓയിൽ. മുടിയൊന്നും മെരുങ്ങാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് 400 ml പാക്കാണ് വരുന്നത്. 199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഓയിലുകളുണ്ട്. അതായത് കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ മിക്സ് ആയിട്ടുള്ള പല ഓയിൽസ്, അതുപോലെ തന്നെ ഒലിവ് ഓയിലുണ്ട്, അതേപോലെ തന്നെ ബദാം ഓയിലുണ്ട്. നമ്മൾ ബദാം ഓയിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മോനാണ് ഇപ്പോൾ ബദാം ഓയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഓയിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ബദാം ഓയിൽ നമ്മൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്. ബദാം ഓയിൽ ഉപയോഗിക്കുന്നത് മുടി അറ്റം പൊട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, പെൺപിള്ളേർക്കാണ് അത് കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ് ബദാം ഓയിൽ. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിലാണ് ബദാം ഓയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ബദാം ഓയിൽ വാങ്ങി ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ പ്രൈസ് മാത്രമേ അതിനും വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ബദാം ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓയിൽ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ചേട്ടന് വേണ്ടിയിട്ടാണ്. ആള് കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്, കുളിക്ക് മുമ്പായിട്ടും അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു പാരച്യൂട്ടിൻ്റെ ഓയിൽ. അപ്പോൾ എനിക്ക് വേണ്ടി പേഴ്സണലി ഞാൻ വാങ്ങിച്ചൊരു ഓയിലാണ് ഈ ഒരു ഓണിയൻ ഓയിൽ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ പറയാം. അതിനു മുമ്പ് തന്നെ നമ്മൾ ഓയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം. നമ്മൾ മുടിയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കണം. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യത്തിലാണ്. നന്നായിട്ട് മുടി ചീകി അതിലെ ചടകളൊക്കെ കളയണമെന്നാണ്. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാതെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മുടി കൂടുതൽ പൊട്ടിപ്പോവാനും ഊരി പോകാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ അല്പം ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് ഇറങ്ങാനും അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടാനും നറിഷ് ചെയ്യാനും ഒക്കെ അത് നല്ലതാണ്. അതേപോലെ തന്നെ എണ്ണ തേക്കുമ്പോൾ ലേഡീസ് എപ്പോഴും മുടിയുടെ അറ്റത്ത് കൂടി ഒന്ന് പുരട്ടുന്നത് നല്ലതാണ്. സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടും വന്നവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും വീണ്ടും വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. പാരച്യൂട്ട് ഓണിയൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇത്. ആൻറ്റി ഹെയർ ഫാൾ എന്ന് പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓണിയനും ഇതിലുണ്ട്. ഉള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം സൾഫർ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മുടിയുടെ അകാല നര അകറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓണിയൻ ഓയിൽ, ഓണിയൻ ഹെയർ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് താരന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അകാല നിരക്ക് വേണ്ടിയിട്ടും. പക്ഷേ അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന വഴി എന്താണെങ്കിലും തീർച്ചയായിട്ടും ആ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. ഉള്ളിയുടെ ഭയങ്കര കുത്തലുള്ള മണമല്ലേ പലർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കുളിക്കുന്നതിന് മുന്നേ നമുക്കൊരു 15 മിനിറ്റ് മുന്നേ ആണ് എപ്പോഴും. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അത് നമ്മൾ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. ചിലർക്ക് കൂടുതൽ നേരം ഓയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കോൾഡ് അതുപോലുള്ള കാര്യങ്ങൾ വരുന്നവരാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. നമ്മുടെ സ്കിന്ന് ഓയിലി ആണെങ്കിൽ മിക്കവാറും സ്കാൽപ്പും ഓയിലി ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്കാൽപ്പ് ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ അതുമൂലം താരൻ വരാം. അപ്പോൾ എണ്ണ ഒരുപാട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് ഇടവരുത്തരുത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ താരൻ്റെ പ്രശ്നങ്ങളുള്ളവരെ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നല്ലത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ തന്നെയാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബി ബോഡി വൈസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ
5% റോസ്മേരി ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്ന് വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റുകളും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും കഴിയും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്